നമസ്കാരം. ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സമൂലമായ ജീവിത മാറ്റങ്ങൾ വന്നു ചേരുന്ന വർഷം. നിങ്ങളുടെ വീട്ടിൽ ഒരു ഉത്രട്ടാതി നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടോ? ഉത്രട്ടാതി നക്ഷത്രക്കാരുള്ള വീടുകളിലും അവരുടെ ജീവിതത്തിലും ചില മാറ്റാനുഭവങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ് 2026. വീട്ടിൽ ഉത്രട്ടാതി നക്ഷത്രക്കാരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവരോട് പറയണം. അറിഞ്ഞു തന്നെ അവർ മുന്നോട്ട് പോകണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അച്ചിട്ടായിട്ട് വന്നു ചേരുക തന്നെ ചെയ്യും. സത്യമായ പ്രവചനമാണ് ഇത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ 27 നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ നക്ഷത്രഫലം പറയുന്നത്. 27 നക്ഷത്രങ്ങളിലും വെച്ച് ജീവിതഗതി തന്നെ മാറിപ്പോകുന്ന ഒരേയൊരു നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. അത്രയ്ക്ക് അത്ഭുതകരങ്ങളായ ചില ജീവിത മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഈ ഡിസംബർ മാസത്തിൽ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 2026 നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ വർഷമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2026 ഫെബ്രുവരി 15-ാം തീയതി മുതൽ ഡിസംബർ 30 വരെയുള്ള ആ ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിന്റെ ഡയറക്ഷൻ തന്നെ മാറ്റുന്ന രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചില മാറ്റങ്ങൾ വന്നു ചേരുകയാണ്. അത് കർമ്മരംഗത്തായിരിക്കാം, ധനസൗഭാഗ്യത്തിന്റെ കാര്യത്തിലായിരിക്കാം, ഏത് മേഖലയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആ മേഖലകളിൽ വിജയത്തിന്റെ വെന്നിക്കുടി പാറിക്കുന്ന ഐശ്വര്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ കൊടുമുടി കയറുന്ന ദിവസങ്ങളായിരിക്കും 2026 സംഭവിക്കുക. വലിയൊരു സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വഴിത്തിരിവുണ്ടാകുന്ന വർഷമാണ് 2026 ഫെബ്രുവരി 15 മുതലുള്ള സമയം. ഒരുപാട് വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ചില കാര്യങ്ങൾ, അത് പോസിറ്റീവായിട്ട് സംഭവിക്കുന്ന സമയമാണ് ഇത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറ്റുന്ന ഒരു സൗഭാഗ്യമാണ് വന്നു ചേരുന്നത്. അതോടുകൂടി നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളെയും കഷ്ടപ്പാടുകളെയും മറികടക്കാൻ കഴിയുന്ന, അതിനെയെല്ലാം ഇല്ലാതാക്കുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി, ഒരു സൗഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ധനസൗഭാഗ്യമാണ്. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനം, അത് വിദേശത്ത് നിന്ന് പോലും നിങ്ങളുടെ കൈകളിലേക്ക് ധനം ഒഴുകിയെത്തുമെന്നാണ് ഇന്ന് പ്രശ്നചിന്തയിൽ കാണുവാൻ സാധിച്ചത്. ചെട്ടിയിൽ കുറി കിട്ടുക, അല്ലെങ്കിൽ ലോട്ടറി സൗഭാഗ്യം, അങ്ങനെ പല വഴികളിൽ കൂടി, പല സോഴ്സുകളിൽ കൂടി വലിയൊരു സാമ്പത്തിക സൗഭാഗ്യം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോവുകയാണ്. ഇവിടെ ലോട്ടറി സൗഭാഗ്യം എന്തുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഓൺലൈൻ വഴി നടക്കുന്ന തട്ടിപ്പ് കാര്യങ്ങളെ കുറിച്ചല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ലോട്ടറി കിട്ടി അല്ലെങ്കിൽ ബമ്പർ പ്രൈസ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഓൺലൈൻ മുഖേന ആരെങ്കിലും ബന്ധപ്പെട്ടാൽ അതിലൊന്നും ചാടാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തട്ടിപ്പാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക. നമ്മുടെ ഗവൺമെന്റ് നടത്തുന്ന ലോട്ടറികളിൽ നിങ്ങൾക്ക് ഭാഗ്യപരീക്ഷണം നടത്താം. അതിൽ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട്, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന സൗഭാഗ്യങ്ങളാണ്. പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുക, അത് സർക്കാർ മേഖലയിലായിരിക്കാം, സ്വകാര്യ മേഖലയിലായിരിക്കാം. അതുപോലെ വിദേശത്ത് തൊഴിലവസരങ്ങൾ കിട്ടുക, ഉള്ള ജോലിയിൽ പ്രമോഷൻ, ഉയർച്ച ലഭിക്കുക, പല വഴികളിൽ കൂടി അംഗീകാരങ്ങൾ, അനുമോദനങ്ങൾ, പ്രശംസാപത്രങ്ങൾ, അവാർഡുകൾ, സർക്കാരിന്റെ അവാർഡ് പോലും നിങ്ങൾക്ക് ലഭിക്കുക. അങ്ങനെ തൊഴിൽ മേഖലയിൽ കുതിച്ചുയരുന്ന ഒരു വർഷമായിരിക്കും 2026 എന്ന് പറയുന്നത്. നിങ്ങൾ ഏതു മേഖലകളിൽ പ്രവർത്തിച്ചാലും അവിടെയെല്ലാം നിങ്ങളുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കും. അവിടെയെല്ലാം വിജയിച്ച് കയറുവാൻ, വിജയ ശ്രീലാളിതരായി വരുവാൻ നിങ്ങൾക്ക് കഴിയും. ഒരുപാട് മാറ്റങ്ങളാണ്, ജീവിത മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അതെല്ലാം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ. വിവാഹയോഗം, സന്താന സൗഭാഗ്യം, ഭവനയോഗം, വാഹനയോഗം, ആരോഗ്യ പരിപാലനം, ഈ മേഖലകളിലെല്ലാം വിജയത്തിന്റെ മുദ്രകളായിരിക്കും വന്നു ചേരുക. അതുപോലെ ഈ ഉത്രട്ടാതി നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായ കാലഘട്ടമാണ്. ഉപരിപഠന സാധ്യതകൾ തെളിയുന്നു, പരീക്ഷകളിൽ മികച്ച വിജയമുണ്ടാകുന്നു, മത്സര പരീക്ഷകളിലും PSC പരീക്ഷകളിലും ഉയർന്ന വിജയമുണ്ടാകും. ഭാഗ്യമുള്ള ദിവസങ്ങളാണ് 2026 വന്നു ചേരുന്നത്. പുതിയ തൊഴിലവസരങ്ങൾ, ആദ്യമേ പറഞ്ഞു, പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. വർഷങ്ങളായിട്ട് ഒരു തൊഴിലിനു വേണ്ടി അലഞ്ഞവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഗൃഹ നിർമ്മാണ ജോലികൾ പുനരാരംഭിക്കാൻ സാധിക്കും. പുതിയ ഭവനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാമ്പത്തിക സൗഭാഗ്യങ്ങൾ പല വഴികളിൽ കൂടി വന്നു ചേരും. അതുപോലെ ദാമ്പത്യ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ മാറി കുടുംബജീവിതം കൂടുതൽ ഭദ്രമായി മാറും.
35, 40, 45 വയസ്സായിട്ടും വിവാഹം നടക്കാത്ത ഒട്ടനവധി ആളുകളെ ഇന്ന് പ്രശ്നചിന്തയിൽ എനിക്ക് കാണുവാൻ സാധിച്ചു. അതിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, എല്ലാ മതങ്ങളിലും എല്ലാ ജാതിയിലും പെട്ടവരുണ്ട്. അതുപോലെ പുനർവിവാഹം ആഗ്രഹിക്കുന്നവരുമുണ്ട്. ഇവർക്കെല്ലാം വിവാഹ സൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. നിങ്ങളുടെ മഹാദശയും അന്തർദശയും കൂടി നോക്കുക. ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വലിയ പരിശ്രമം കൂടാതെ ഭഗവാനോടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, സാക്ഷാൽ മഹാവിഷ്ണുവിനോട് അല്ലെങ്കിൽ മഹാദേവനോടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, ചോദിച്ചാൽ മതി, അതെല്ലാം വരമായിട്ട് ഭഗവാൻ നിങ്ങൾക്ക് തരും. ഇത് വെറുതെ പറയുന്നതല്ല, കൃത്യമായിട്ട് പ്രവചിക്കുകയാണ്. എന്റെ രാശിപ്പലയിൽ കണ്ട കാര്യങ്ങൾ ഒരിക്കലും തെറ്റില്ല എന്ന് ഉറപ്പുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ അച്ചിട്ടായിട്ട് മാറുക തന്നെ ചെയ്യും. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ. ഇന്ന് പ്രശ്നപ്പലയിൽ കണ്ടത് പല ഉത്രട്ടാതി നക്ഷത്രക്കാരുടെയും ദാമ്പത്യ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി തീർന്നിട്ടുണ്ട് എന്നാണ്. പങ്കാളികൾ തന്നെ ശത്രുക്കളായി മാറിയ ഒട്ടനവധി അനുഭവങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. വളരെയധികം ശത്രുദോഷമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ദുർമന്ത്രവാദങ്ങൾ, എരിച്ചിൽ, വിളിച്ചപേക്ഷ, പ്രാക്ക്, ശാപവാക്കുകൾ, ഇതുകൊണ്ടെല്ലാം വളരെയേറെ ബുദ്ധിമുട്ടുകയാണ് ഈ നക്ഷത്രക്കാർ. ചിലയിടങ്ങളിൽ ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ ഭാര്യമാരുടെ ബന്ധുക്കൾ തന്നെ പ്രശ്നമുണ്ടാക്കുന്നു, നാത്തൂന്മാര് പ്രശ്നമുണ്ടാക്കുന്നു. പൊതുവെ ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർ വലിയ ഒച്ചപ്പാടിനും ബഹളത്തിനുമൊന്നും പോകാത്തവരാണ്. പക്ഷെ പല ഉത്രട്ടാതി നക്ഷത്രക്കാരായ സ്ത്രീകൾക്കും ഭർത്തൃ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഭർത്താവിന്റെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭർത്താക്കന്മാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു വിധത്തിൽ ദുരനുഭവങ്ങൾ സഹിക്കുന്ന പുരുഷന്മാരെയും ഇന്ന് എനിക്ക് കാണുവാൻ സാധിച്ചു. സങ്കട കടലിലാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ. വേദന, മനക്ലേശം, മനപ്രയാസങ്ങൾ, എന്തിനേറെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വരെ പോയിട്ടുണ്ട് പല ഉത്രട്ടാതി നക്ഷത്രക്കാരും. മക്കൾക്ക് രണ്ടു നേരം സുഭിക്ഷമായി ഭക്ഷണം കൊടുക്കാൻ, അവരുടെ വിദ്യാഭ്യാസ ചെലവുകൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലും എത്തിയിട്ടുണ്ട് ചില ഉത്രട്ടാതി നക്ഷത്രക്കാർ. ഏതാണ്ട് 10-22 വർഷക്കാലമായി തീരാ ദുഃഖങ്ങളിലാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ. കോടതി കേസുകൾ, വ്യവഹാരങ്ങൾ, ജോലി സ്ഥലത്തുണ്ടായിട്ടുള്ള ചില സാമ്പത്തിക ആരോപണങ്ങൾ, ഇതെല്ലാം ഇവരെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. വല്ലാത്തൊരു മാനസിക വിഷമതകളിൽ കൊണ്ട് ചെന്നെത്തിച്ചിട്ടുണ്ട്. പലപ്പോഴും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈശ്വരൻ മാത്രമാണ് തുണ. നിസാര കാര്യങ്ങൾക്ക് വേണ്ടി തള്ളി പറഞ്ഞ ബന്ധുക്കളുണ്ട്, സ്വന്തക്കാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ദാമ്പത്യ ബന്ധത്തിലുമുണ്ട് ഒരുപാട് കലഹങ്ങൾ. ഒരേ വീട്ടിലാണെങ്കിലും 2 മുറികളിൽ കിടന്നുറങ്ങുന്നവർ വിവാഹശേഷം ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നു. പക്ഷേ മറ്റൊരർത്ഥത്തിലും യാതൊരുവിധ ബന്ധങ്ങളുമില്ല. പ്രണയക്കുരുക്കിൽപ്പെട്ടവരുണ്ട്, പ്രണയ നൈരാശ്യങ്ങളിൽപ്പെട്ടവരുണ്ട്, ചതിയിലും വഞ്ചനയിലും അകപ്പെട്ടവരുണ്ട്. വിശ്വസിച്ച് സ്നേഹിച്ചവർക്ക് എല്ലാം നൽകി, പണം നൽകി, പക്ഷെ അത് തിരികെ കിട്ടുന്നില്ല. അങ്ങനെ പ്രശ്നങ്ങളുടെ നടുവിലാണ് കഴിഞ്ഞ 10-22 വർഷമായി ഉത്രട്ടാതി നക്ഷത്രക്കാരായ പലരും. എന്നാൽ 2026 ഫെബ്രുവരി പകുതിയാകുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതം മാറുകയാണ്. കൊതിച്ചുയരുന്ന നിമിഷങ്ങളാണ് വന്നു ചേരുന്നത്. ഇതിലും മികച്ച സമയം ഇനി സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സംഭവിക്കുക. അല്ലെങ്കിൽ ഇനിയും പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ടാകും. അത്രമാത്രം ഐശ്വര്യങ്ങളാണ് സാക്ഷാൽ മഹാവിഷ്ണു, സാക്ഷാൽ മഹാദേവൻ നിങ്ങളുടെ കൈകളിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ വീടുകളിലേക്ക് നൽകുവാൻ പോകുന്നത്. ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ തീരും, കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ തീരും. ഓരോരോ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. വളരെ പോസിറ്റീവായിട്ടുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഒരിക്കലും ഗതി പിടിക്കാത്ത ചില ഉത്രട്ടാതി നക്ഷത്രക്കാരുണ്ട്. അവർ അവരുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ഗ്രഹനിലകൾ ഉത്തമനായ ഒരു ജ്യോതിഷിയെ കൊണ്ട് പരിശോധിപ്പിച്ച് വേണ്ട പരിഹാര കാര്യങ്ങൾ ചെയ്യുക. കുടുംബദോഷമുണ്ടോ എന്ന് നോക്കുക, അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക. അതുപോലെ ശത്രുദോഷത്തിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ ഫലങ്ങൾ കിട്ടുകയുള്ളൂ. ധാരാളമായിട്ട് ഉപരിപഠന സാധ്യതകൾ വന്നു ചേരുന്ന സമയമാണ്. വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാകുന്ന ഒരു സമയമാണ്. വിദ്യ കൊണ്ട് വിജയിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നത്. ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് പഠന കാര്യങ്ങളിൽ കുറേയേറെ അലസത, മടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയോട് കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത്. ഈ യൂണിവേഴ്സിന്റെ മുഴുവൻ, ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം മുഴുവൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും. ഭഗവാന്റെ, ഞാൻ പറഞ്ഞല്ലോ, ഗുരുവായൂരപ്പന്റെ ചൈതന്യം
ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ്. ഇന്റർവ്യൂകളിൽ വിജയിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ്. സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകള്, രാഷ്ട്രീയ പ്രവർത്തകര്, സാമൂഹ്യ പ്രവർത്തകര്, ഇങ്ങനെ കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, അവരൊക്കെ അല്പം ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ബാങ്കിങ് മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരുപക്ഷെ ധനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ, അപവാദങ്ങൾ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ മറ്റ് സംരംഭങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ച് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ചില വഞ്ചനകള്, ചില ചതികളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട്. പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക, ധനത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുക, ധനം മോഷ്ടിക്കുക, ഇവയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ്. രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ്. കാരണം അപ്രതീക്ഷിതമായ സമയത്ത് ചില സങ്കടങ്ങൾ, ചില വേദനകൾ, ചില ദുഃഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അടുത്ത മേടം, ഇടവം, ചിങ്ങം, തുലാം മാസങ്ങളിൽ ചെയ്യണം. ഈ 4 മാസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക്, അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക, അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കുക, വാഹനം വാങ്ങുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും 2026 ഈ 4 മാസങ്ങൾ ഒഴികെ മറ്റു മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക്, പുതിയ കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് അടുത്ത വിഷു മുതൽ ചിങ്ങം വരെയുള്ള സമയം അല്ലെങ്കിൽ തുലാം വരെയുള്ള സമയം നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും. അതായത് 1201 മേടമാസവും ഇടവമാസവും, 1202 ചിങ്ങമാസവും തുലാമാസവും, ഈ 4 മാസങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുവാൻ, ഇറങ്ങി പുറപ്പെടുവാൻ, ഇൻവെസ്റ്റ്മെന്റുകൾ പോലുള്ളത് നടത്തുവാൻ ഏറ്റവും ശുഭകരമായ സമയം. അപ്പോൾ ഈ പറഞ്ഞ 4 മാസങ്ങളിൽ നേരം കുറിച്ച്, സമയം കുറിച്ച് അങ്ങോട്ട് ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും, നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും. വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് വിവാഹ യോഗം, അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ്. അതിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ. കാരണം ഈ നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം എടുക്കുമ്പോൾ ധനാഗമനം, വാഹനയോഗം, സന്താന സൗഭാഗ്യം, ദാമ്പത്യ പുഷ്ടി അല്ലെങ്കിൽ വിവാഹ യോഗം, കർമ്മപുഷ്ടി, കീർത്തി, ഈ 6 കാര്യങ്ങളും ഉറപ്പായിട്ടും വന്നു ചേരുമെന്ന്. അപ്പോൾ ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ കല്യാണം കഴിക്കാതെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണ സൗഭാഗ്യം, വിവാഹ സൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതിനുള്ള അവസരം ജഗദീശ്വരൻ തരും. അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ്. വളരെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വഴിപാടുകൾ നടത്തി, പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി, എന്നിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമാണ് 2026. ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളും നക്ഷത്രക്കാരായ ആൺകുട്ടികളും അവരുടെ മഹാദശയും അന്തർദശയും നോക്കി, അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി, വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ എന്ത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ 2026 ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും. കാരണം വിവാഹ തടസ്സത്തിനും സന്താന തടസ്സത്തിനും ഓരോ ഗ്രഹനിലകളിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം. അപ്പോൾ എല്ലാവരും ഒരേ വഴിപാടുകൾ കഴിച്ചതുകൊണ്ട് ഈ 2 കാര്യങ്ങളും അവർക്ക് സംഭവിക്കണമെന്നില്ല. ഉദാഹരണത്തിന് മണ്ണാർശാലയിൽ പോയി ഉരുളി കമിഴ്ത്തി ചിലർക്ക് ചിലപ്പോൾ കുട്ടികളുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 5ാം ഭാവത്തിൽ അത് രാഹുവിന്റെ തടസ്സം കൊണ്ടാണ് സന്താന തടസ്സം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാർശാലയിൽ ഉരുളി കമിഴ്ത്തിയാൽ സന്താന സൗഭാഗ്യം ഉണ്ടാവും. എന്നാൽ എല്ലാവർക്കും 5ാം ഭാവത്തിൽ രാഹു ആയിരിക്കില്ല സന്താന പ്രതിബന്ധകാരകനായിട്ട് നിൽക്കുക. അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങൾ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ വിവാഹമായാലും സന്താന സൗഭാഗ്യമായാലും ഉണ്ടാവും. ഇവിടെ നാൾ വഴി നോക്കുമ്പോൾ 2026 ഈ 2 യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. പക്ഷെ ഗ്രഹനിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീണ്ടുപോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട്. ശരിയായ കാരണം കണ്ടെത്തി ശരിയായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തുന്ന ഒരു വർഷമാണ് 2026.
ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവമംഗളമായി തീരുന്ന ഒരു സമയമാണ് പുതുവർഷം. വീട്, വാഹനം ഇവയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം. പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം 2026 ലഭിക്കും. അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റ് കാര്യങ്ങളുമെല്ലാം അനുകൂലമായിട്ട് മാറുന്ന സമയമാണ്. പുതിയ സൗഹൃദ ബന്ധങ്ങൾ, പുതിയ പ്രണയ ബന്ധങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ്. അതിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും. കാരണം ഈ നക്ഷത്രക്കാർക്ക് സ്വന്തക്കാരെക്കാളും ബന്ധക്കാരെക്കാളും എപ്പോഴും സുഹൃത്തുക്കൾ, നല്ല ചില സൗഹൃദ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക. അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായി വരുന്ന, അല്ലെങ്കിൽ ഉള്ള സുഹൃത്തുക്കൾ തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ, കൂടുതൽ സത്യസന്ധതയോടെ, കൂടുതൽ വിശ്വാസത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതുവർഷം. അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും, മുതിർന്നവരാണെങ്കിലും ശരി കുട്ടികളായാലും ശരി, അവർക്ക് വളരെ നല്ല സമയമാണ്. കലാമേഖലകളിലേക്ക് അരങ്ങേറ്റം കുറിക്കാത്ത കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കുവാനുള്ള ഒരു സൗഭാഗ്യം അടുത്ത ഒക്ടോബറോട് കൂടി കൈവരുന്നതാണ്. ഈ കലാമേഖലകളിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് ദൂരെ ദുഃഖിൽ നിന്ന് പോലും വളരെ വലിയ രീതിയിൽ അംഗീകാരങ്ങൾ, പ്രശസ്തി പത്രങ്ങൾ, അനുമോദനങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് 2026. അതുപോലെ എടുത്തു പറയേണ്ടത്, ഈ ഭൂമി സംബന്ധമായ കേസുകളൊക്കെ കോടതിയിൽ നിലനിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വിധികൾ വന്നു ചേരും. മാനസികമായിട്ട് വളരെയധികം വിഷമം അനുഭവിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക. നേരോടെ, നെറിവോടെ, നിഷ്കളങ്കതയോടെ മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിധി ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാം. എല്ലാ കാര്യങ്ങളിലും, കോടതി സംബന്ധമായ കേസുകളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും സംഭവിക്കുക. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുക. അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനങ്ങൾ നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക. ഓം നമോ നാരായണ മന്ത്രം ജപിക്കുക. ദുർഗാക്ഷേത്രങ്ങൾ, ദേവീക്ഷേത്രങ്ങൾ, ഭഗവതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നിങ്ങൾ മുന്നോട്ട് പോകണം. അതുവഴി 2026 നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള ചക്രവർത്തി യോഗത്തിന്റെയും മഹാരാജ യോഗത്തിന്റെയും ഫലങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ കറുത്ത ചരട് പൂജിച്ച് നിങ്ങൾ ശരീരത്തിൽ അണിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. വേറൊന്നുകൊണ്ടുമല്ല, നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളതായ ആഭിചാര ബാധാദോഷങ്ങളും എരിച്ചിലും വെളിച്ചപേക്ഷകളും കൊണ്ടുള്ള ദോഷം തീരുവാനാണ്. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭസ്മം കഴിയുന്നത്ര ദിവസങ്ങളിൽ നിങ്ങൾ നെറ്റിയിൽ ചാർത്തുക. പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.